ഹലാൽ വിസ്കി എന്ന പേരിൽ ഒരു കാര്യം ഇന്ത്യയിൽ ഉണ്ടാവില്ല. പർദ്ദയിട്ട പെണ്ണുങ്ങൾ ചിയേഴ്സ് പറഞ്ഞ് അവരുടെ ചഷകം മറ്റൊരാളെ ചഷകത്തിൽ മുട്ടിച്ച് കുടിക്കൂല. ഒരു ഹിന്ദു സ്ത്രീ ഒരു മാന്യമായ വസ്ത്രം ധരിച്ച ഒരു നല്ല തറവാട്ടിൽ നിന്ന് വരുന്ന ഒരു ഹിന്ദു സ്ത്രീ പോലും അത് ചെയ്യൂല. അതേസമയത്ത് പരസ്യമായി ചെയ്യുന്ന പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു കിടക്കുകയാണ്. എന്ത് സൗദി അറേബ്യയിലെ പർദ്ദയിട്ട ബുർക്കയിട്ട പെണ്ണുങ്ങൾ ആ പർദ്ദയും പൊന്തിച്ചിട്ട് ഹലാൽ വിസ്കി എന്ന് പറയുന്ന ഈ വിസ്കി അടുത്ത തൻ്റെ കൂട്ടുകാരിയുടെ ചഷകത്തിന് മുട്ടിച്ച് ചേഴ്സ് എന്ന് പറഞ്ഞ് കുടിക്കുന്നത് വരികയാണ്. എന്തുകൊണ്ട് ഇതങ്ങനെ വന്നത്? അവർ പരിധിക്കും അപ്പുറത്തേക്ക് കടന്നു. എന്തുകൊണ്ട്? അവരെ മുന്നിലുള്ള മതം ഹിതമായൊരു മതമായിരുന്നില്ല. അത് ഇസ്ലാമിൽ വരുത്തിയത് വഹാബിസം വരുത്തി കൂട്ടിയതാണ്. ഇസ്ലാം ഒരു ഹിതമുള്ള മതമാണത്. നിർബന്ധങ്ങൾ ആർക്കും നിർബന്ധങ്ങൾ തന്നെയാണ്. പക്ഷെ നിർബന്ധങ്ങളുടെ അളവ് വളരെ കുറവാണ്. അവിടെ തന്നെ അവൻ അത് ചെയ്യേണ്ടത് അവൻ്റെ ഒരു ഉള്ളിൽ നിന്നാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദിവസവും ഭരിക്കുന്നത് വിഡ്ഢിത്തരാണ്. എപ്പോഴും മനുഷ്യൻ്റെ തലയിൽ വിഡ്ഢിത്തരം ഉണ്ടാവുക. ഗൾഫിൽ നിന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് ഗൾഫായിരിക്കും. ഒരു 6 കാറിന് അങ്ങോട്ട് പോകാവുന്ന 1 ലൈന്, പിന്നെ ഒരു 6 കാറിന് ഇങ്ങോട്ട് വരാവുന്ന 2nd ലൈൻ, വിശാലമായ സൗകര്യങ്ങൾ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ, ജോലി, അതിനിടയിൽ അവരെടുക്കുന്ന എൻജോയ്മെൻറ്റ്സ്, പണം, സൗകര്യം, ഇതിൻ്റെയൊക്കെ നടുവിൽ നിന്ന് ഒരു ദിവസം പെട്ടെന്ന് അവൻ ഇങ്ങോട്ട് പോരുന്ന സന്ദർഭത്തിൽ ഇവിടെ വരുമ്പോൾ അവൻ്റെ ആകെ ചേഞ്ചായി പോകും. ഇതാണ് പിന്നെ ഒരു ലേശം അവന് ചിന്ത വരും. എന്തുകൊണ്ട്? അവൻ ഇവിടുന്ന് പോയതായതുകൊണ്ട് അവന് ഇതിന് ഉപമിക്കാൻ പറ്റിയതല്ലത്. പകരം ഉപമ കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. അവനെ തൊട്ട് തീർത്തും വ്യത്യസ്തമായ ലോകത്തേക്കും വരികയാണ്. പക്ഷേ ഇവിടുന്ന് പോയതായതുകൊണ്ട് ഇവിടത്തെക്കുറിച്ച് എളുപ്പത്തിൽ അവന് കിട്ടും. അതേ സമയത്ത് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് പൊടുന്നനെ മരിച്ച് അവൻ കുഴിമാടത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ കുഴിമാടം അവൻ്റെ ജീവിതകാലത്തെ ചിന്തയിൽ വരില്ല. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവൻ ജീവിക്കുമ്പോൾ അവനത് ചിന്തയിൽ വരികയില്ല. അവിടേക്ക് പോകുന്ന ആ ദിവസം കെട്ടുപാടുകളേ ഇല്ല, ഒന്നുമില്ല. അപ്പം ഇന്ന് ഒരു എക്സാമ്പിൾ, ഒരു UDF പെട്ട ഒരു ലീഗുകാരൻ ഓർ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ LDF ഇന്നലെ കലാശക്കൊട്ടാണ് എല്ലാവരുടെയും. അവരുടെ മനസ്സിൻ്റെ ചിന്തകൾ അത് മാത്രമല്ല. ആ കൂട്ടത്തിൽ ഒരാൾ അതിനുശേഷം കുഴഞ്ഞു വീണു മരിച്ചു എന്ന് സങ്കല്പിക്കുക. മരിച്ചിട്ടുണ്ട്, മരിച്ചു നിങ്ങൾ സങ്കല്പിക്കുക. മരിച്ചിട്ടുണ്ട് സങ്കല്പിക്കുക. എങ്കിൽ ഈ കെട്ടുപാടുകളൊന്നുമില്ലാത്തൊരു പോക്കാണത്. അതിലൊരു കെട്ടുപാടുമില്ല, ഒന്നുമില്ല. ഇന്നലത്തെ ജീവിതത്തിൽ അത് UDF LDF പിന്നെ കലാശക്കൊട്ടും വോട്ടും ഒക്കെ ഇവിടെ വേണ്ട, എല്ലാം വേണം. അതൊക്കെ മനുഷ്യ ജീവിതത്തിന് അനിവാര്യതകൾപ്പെട്ടതാണ്. അല്ലാതെ ഞാനതിൽ നിന്നും ഒരു രാഷ്ട്രീയവാദിയല്ല. ലീഗ് വേണം, കോൺഗ്രസ് വേണം, കമ്മ്യൂണിസ്റ്റ് വേണം. കമ്മ്യൂണിസ്റ്റ് ഒരുപാട് നന്മ ലോകത്തുണ്ടായിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, പക്ഷേ അതും ഇല്ലാതാകരുത് എന്ന് ശഠിക്കുന്ന ഒരാളാണ് ഞാൻ. അതും ഇല്ലാതാകരുത്. എന്നാൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ കമ്മ്യൂണിസം നിർബന്ധമാണ് എന്നാണ് എൻ്റെ വീക്ഷണം. അതേസമയത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റിനോട് ഒരു ഈർഷ്യതയുള്ള ആളാണ്. എന്തുകൊണ്ട്? അവർക്ക് എടുക്കാവുന്ന അത്ര അധ്വാനം അവരെടുത്ത് ഒരു പാർട്ടി എന്ന നിലയിൽ വളരാൻ ശ്രമിച്ചില്ല എന്നത് അവരുടെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തോട് അവർ ചെയ്ത ഒരു അക്രമമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സന്ദർഭത്തിൽ ഇന്ത്യ ഭരിക്കാൻ പോലും ക്ഷണിക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. പക്ഷേ എന്തും അവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ പുറകോട്ട് പോയി. ആ പുറകോട്ട് പോയതാണ് ഇന്ത്യൻ സമൂഹത്തിൽ വർഗീയത വളരാനുള്ള അടിസ്ഥാന കാരണം. ഒന്ന്, സെക്യുലറിസ്റ്റ് പ്രസ്ഥാനമായ കോൺഗ്രസിൻ്റെ തളർച്ചയും കമ്മ്യൂണിസം അതിൻ്റെ അളവിൽ ഉയരാത്തതുമാണ്
ഇന്ത്യയിൽ വർഗീയത വളരാനുള്ള അടിസ്ഥാന കാരണം. അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, എതിരായ ആളല്ല. കമ്മ്യൂണിസത്തിന് ഞാൻ എതിരാണ്, പക്ഷേ അത് പാർട്ടി ഇവിടെ നിലവിൽ സാഹചര്യത്തിൽ ഉണ്ടാകണം എന്ന് വിശ്വസിക്കുകയും അതിനെ തകർക്കാനുള്ള അതിനെ മാത്രം തകർക്കാനുള്ള ശ്രമം ഇന്ത്യൻ സാഹചര്യത്തിൽ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടത് ഇതൊക്കെ ഇവിടെ വേണ്ടതാണ്. വോട്ട് വേണം, UDF വേണം, LDF വേണം, കമ്മ്യൂണിസ്റ്റ് വേണം, ലീഗ് വേണം, എല്ലാം വേണം. അന്തമില്ലാത്തവർ മാത്രമേ ഇതൊക്കെ ഒന്നും വേണ്ടെന്ന് പറയുള്ളൂ. നിങ്ങൾ വളരെ ചിന്തിക്കണം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ നിലവിലെ സാഹചര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവിടെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുമെങ്കിൽ അത് കോൺഗ്രസ്സിനായിരിക്കും. പക്ഷേ കോൺഗ്രസും ഒരു കരുത്തുറ്റ ബദൽ സംവിധാനമല്ല നിലവിൽ. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച് അങ്ങനെയൊക്കെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് വളരെ പെട്ടെന്ന് തന്നെ വർഗീയതയെ മറിച്ചിടാൻ കഴിഞ്ഞേക്കും. വർഗീയത എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ തിന്മയാണ്. അതിനേക്കാൾ വലിയൊരു തിന്മയുണ്ടെങ്കിൽ അത് നാസ്തികത മാത്രമാണ്. നാസ്തികതക്ക് ഒരുങ്ങാൻ പോവാണ്. നാസ്തികതക്ക് വളമൊരുങ്ങും വളരെ പെട്ടെന്ന്. ഇന്ത്യയുടെ മനസ്സ് 5 കൊല്ലം കൊണ്ട് വർഗീയതയിൽ നിന്ന് നാസ്തികതയിൽ എത്തിച്ചേരും. 5 കൊല്ലം, വിത്തിൻ 5 years. അപ്പോൾ വർഗീയമായ അധികാര കേന്ദ്രങ്ങൾ തകരുകയും പകരം നാസ്തികത അധികാരത്തിൽ കയറുകയും ചെയ്യും. നാസ്തികത അധികാരത്തിൽ കയറിയാൽ സംഭവിക്കുക എന്താണ്? നാസ്തികത അധികാരത്തിൽ കയറിയാൽ സംഭവിക്കുക എല്ലാ നന്മയും നിരാകരിക്കപ്പെടും. വർഗീയതക്കും ഒരു ദൈവിക പക്ഷം ഉണ്ടായിരിക്കും, പക്ഷെ നാസ്തികതക്കും ഒരു ദൈവിക പക്ഷം ഉണ്ടാവില്ല. അതിനൊക്കെ കാരണം എന്താണ്? അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം അമിതമായ വർഗീയത. വർഗീയതയ്ക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അത് വളരെ ഫ്രീഡമായ ഒരവസ്ഥയിലേക്ക് മാറും. വർഗീയതയ്ക്ക് ഒരു പരിധിയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് വർഗീയത മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊരു വല്ലാത്ത മസിൽ പിടുത്താണ്. മുസ്ലിം ലോകം തകരാനുള്ള കാരണം, നിലവിൽ മുസ്ലിം ലോകം തകർന്നു കിടക്കുകയാണ്. അതിൻ്റെ കാരണം വഹാബിസത്തിൻ്റെ കടുംപിടുത്താണ്. ഒന്നിനും കടുംപിടുത്തം നല്ലതല്ല. വർഗീയത ഒരു കടുംപിടുത്താണ്. ആ കടുംപിടുത്തത്തിന് ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതേസമയത്ത് ലിബറലിസം ആണ് അടുത്തിരിഞ്ഞ് വരാൻ പോകുന്നത്. അത് ലിബറലിസം വന്നു കഴിഞ്ഞാൽ ലോകം ബാക്കിയുണ്ടെങ്കിൽ ഒരു 100 നൂറ്റാണ്ട് കാലം വരെയും അതിന് ആയുസ് കിട്ടാനും സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ്റെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു ലിബറേഷൻ വന്നു കഴിഞ്ഞാൽ ലിബറേഷൻ അല്ല ലിബറലിസം, രണ്ടാണ്. അതേസമയത്ത് ലിബറലിസം കൊണ്ട് ലിബറേഷൻ വന്നേക്കും. അങ്ങനെ ലിബറേഷൻ വന്നു കഴിഞ്ഞാൽ അത് കുറേ മുന്നോട്ട് പോകും. ഇതിനൊക്കെയുള്ള അടിസ്ഥാന കാരണം എന്തുകൊണ്ടെന്നാൽ അമിതമായ കടുംപിടുത്തമാണ്. വർഗീയത അമിതമായ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞ ഒരു 20 കൊല്ലം ഇന്ത്യയിൽ. യൂത്തിന് അതും അല്ല വേണ്ടത്. യൂത്തിന് വേണ്ടത് ലിബറേഷനാണ്, ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അവർക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാലോ പിന്നെ പെട്ടെന്നൊന്നും അവർക്ക് തിരിച്ചു വരാനോട്ട് കഴിയുകയില്ല. അതാണിപ്പോൾ സൗദി അറേബ്യക്ക് സംഭവിച്ചത്. സൗദി അറേബ്യ ഒരു ദുരന്തമായി മാറാൻ പോവാണ്. ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത്. പിന്നെ ഞാൻ ഹൊയറ മുക്കയ്യദിൻ എന്ന മുക്കർദസിൻ എന്ന വാക്ക് വ്യാഖ്യാനിക്കുമ്പോൾ പറഞ്ഞു പോവുകയാണ്. സൗദി അറേബ്യ ഒരു ദുരന്തമായി മാറാൻ പോവുകയാണ്. എന്തുകൊണ്ട്? അത് ഇസ്ലാമിൻ്റെ പൊതു സ്വഭാവത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് കടന്നു വന്നത്. ഇസ്ലാമിൽ നിയമങ്ങളുണ്ടെങ്കിലും മനുഷ്യന് സ്വാതന്ത്ര്യവുമുണ്ട്. അതേസമയത്ത് വഹാബിസം സ്വാതന്ത്ര്യത്തെ എടുത്തു കളഞ്ഞു. ഉദാഹരണം, നിസ്കരിക്കുന്നുണ്ടോ നോക്കാൻ ഒരു പോലീസ്, അത് മദീനയിൽ ഉണ്ടായിട്ടില്ല. നിസ്കരിക്കാൻ കൽപ്പനയുണ്ട്. നിര്യാണിക്ക് താഴെ മുണ്ടുടുക്കണം എന്നത് നിയമമാണ്, ഇസ്ലാമിലെ നിയമമാണ്. പക്ഷെ ഒരാൾ നിര്യാണിക്ക് താഴെയാണോ മുണ്ടുടുത്തത് നോക്കാൻ ഒരു പോലീസ് ഉണ്ടാകാൻ പാടില്ല. അത് മദീനയിലില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. നിസ്കരിക്കണം എന്നത് നിർബന്ധമാണ്. അതേ സമയത്ത് നിസ്കരിക്കുന്ന നേരത്ത് കട അടക്കണം എന്നത് കട അടപ്പിക്കുന്ന ഒരു പോലീസ് മദീനയിലില്ല. മുത്തനബിയുടെ കാലത്തില്ല, സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തും ഇല്ല,
ഉമർ ഇബ്നു ഖത്താബിൻ്റെ കാലത്തും ഇല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ, അലിയുൽ മുർത്തദ. അതാണല്ലോ ഇസ്ലാമിൻ്റെ വളരെ കൃത്യമായ ഒരു ഇസ്ലാമിക ഐഡിയോളജിയുടെ ഒരു പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ ഒരു 5 കാലമാണ്. ഒന്ന് പുണ്യ റസൂലിൻ്റെ കാലം, പിന്നെ സിദ്ദീഖുൽ അക്ബറിൻ്റെയും ഉമർ ഇബ്നു ഖത്താബിൻ്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെയും അലിയുൽ മുർത്തദയുടെയും ഈ കാലഘട്ടം. ഇതാണല്ലോ ഇസ്ലാമിക ഐഡിയോളജിയുടെ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണല്ലോ. ആ കാലഘട്ടത്തിലൊന്നും എന്തില്ല, നിസ്കരിപ്പിക്കാൻ വേണ്ടി എന്തില്ല, പോലീസില്ല. കട അടപ്പിക്കാൻ നിസ്കാരത്തിൻ്റെ നേരത്തെ കട അടപ്പിക്കാൻ പോലീസില്ല. കള്ള് കുടിക്കരുത് നിയമമുണ്ട്, പക്ഷെ കള്ള് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കാൻ പോലീസില്ല. പറഞ്ഞാൽ മനസ്സിലായോ? സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന നിയമമുണ്ട്, പക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കണ്ണെങ്കിലും പുറത്തേക്ക് കണ്ടോ നോക്കാൻ പോലീസില്ല. ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്ന് 1932 വരുത്തി തീർക്കൽ അവർ ആവശ്യമായിരുന്നു. യഥാർത്ഥമായ ഐഡിയോളജി ഞങ്ങളുടേതാണ്. അതിനുവേണ്ടി അവർ എന്ത് ചെയ്തു? ഇതിനെല്ലാം അവരെന്തിന് ഉണ്ടാക്കി? പോലീസ് ഉണ്ടാക്കിയ ജനഹിതം നഷ്ടപ്പെട്ടു. ജനത്തിൻ്റെ ഹിതം എന്തിനേക്കാളും പ്രധാനമാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുണ്ട് പറഞ്ഞ ആ ഹിതത്തിൽ നിന്ന് ആ ഹിതത്തിന് അല്പം ഒരു ശുദ്ധവായു, വായുന്നോ ശുദ്ധവായുന്നോ എന്തോ പറഞ്ഞോളൂ, എന്താണെങ്കിലും ഈ കടുംപിടുത്തത്തിൽ നിന്ന് അല്പം ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ അവർ എടുത്തു ചാടി. ആ എടുത്തു ചാടലാണ് ഇപ്പോൾ നിക്കറും ബ്രായും മാത്രം വിട്ട് അവർ പരിശുദ്ധ കലിമയുടെ പതാകം പുതച്ച് ഡാൻസ് ചെയ്യാൻ കാരണം. എന്തുകൊണ്ട്? അത് വായുവില്ലാത്ത ഒരു സൊസൈറ്റിയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യമുള്ളൊരു മതമാണ്. നിയമങ്ങൾ കർശനമാണ്. ഒരു മനുഷ്യൻ നിസ്കരിക്കേണ്ടത് അവൻ്റെ ആത്മചോദന കൊണ്ടാണ്. ഓർമ്മപ്പെടുത്തുക, അതൊക്കെ ശരി തന്നെ. നിസ്കരിക്കുന്ന നേരത്ത്, നിസ്കാരത്തിൻ്റെ നേരത്ത് കട അടപ്പിക്കണം എന്ന നിയമം വരാൻ പാടില്ല. കട അവൻ അടക്കാം, അടക്കാതിരിക്കാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? കട അടക്കലും അടക്കാതിരിക്കലും വ്യക്തിപരമായ അവൻ്റെ സ്വാതന്ത്ര്യമാണ്. അവൻ്റെ ബാധ്യത എത്രയേ ഉള്ളൂ? പറ, അവൻ്റെ ബാധ്യത എത്രയേ ഉള്ളൂ? ഓർമ്മപ്പെടുത്തൽ. ഭരണകൂടത്തിന് വേണമെങ്കിൽ പണ്ഡിതന്മാർക്ക് ഓർമ്മപ്പെടുത്താം. ഭരണകൂടത്തിന് അതിനൊരു വകുപ്പേ ഉണ്ടാകാൻ പാടില്ല. അത് നിസ്കാരം, അത് പണ്ഡിതന്മാരെ കടമയാണ് ഓർമ്മപ്പെടുത്തൽ. അതവർ ഉപദേശങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തും. അത്രേ മതി, അതിനപ്പുറത്തേക്ക് പോകരുത്. ഇപ്പൊ ജമാഅത്തിൽ പങ്കെടുക്കണ്ടേ? ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമുള്ളൊരു കാര്യമല്ല. മനസ്സിലായില്ല? അപ്പൊ നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു. ആ വ്യക്തിക്ക് ഒന്നാം ജമാഅത്തിൽ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ട്? ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത് വളരെ മുഅക്കദത്താണെങ്കിലും എന്തല്ല, വാജിബല്ല. നിസ്കരിക്കലാണ് വാജിബ്. എന്തില്ല? ഒന്നാം ജമാഅത്തിൽ തന്നെ ആളുകൾ എത്തിക്കുക എന്ന നിർബന്ധതയില്ല. അത് ജനഹിതത്തിനെതിരാണ്. സുന്നത്ത് ഹിതാണ്. അല്ല മോളെ, എവിടെ വഹാബിസത്തിന് പിഴച്ചത്? വഹാബിസം ഹിതങ്ങളെ വരെ അഹിതങ്ങളാക്കി. അപ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമായി. മനസ്സിലാവുണ്ട്? ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുണ്ട്, ഒരു മനുഷ്യൻ നന്നാവേണ്ടത് എവിടുന്നാണ്? ഇൻഡിവിജ്വലി അവൻ്റെ ഹൃദയത്തിൽ നന്നാവണം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ശരി. മുട്ടുപുക്കളിൻ്റെ ഇടയിലാണ് മനുഷ്യൻ്റെ ഔറത്ത്. അതോ കാണിച്ചാൽ അതിനെ ഒരാൾക്ക് പോലീസിനെ ഏൽപ്പിക്കാവുന്നതാണ്. അങ്ങനെ പൊതു നയത്തിനെതിരാണ്. അത്രയേ ഉള്ളൂ. അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഈ അടുത്ത കാലം വരെ, യൂറോപ്പ് കയറി വരുന്നത് വരെ. അപ്പോൾ വസ്ത്രം ധരിച്ചത് നോക്കാൻ വേണ്ടി ഒരു പോലീസ്, മുഖപ്പടം കൊണ്ട് മുഖം മൂടിയ പെണ്ണിൻ്റെ കണ്ണ് പുറത്ത് കാണുന്നുണ്ടോ നോക്കാൻ പോലീസ്. അത് ജനഹിതത്തിനെതിരാണ്. എന്താ ഇവരിങ്ങനെ ചെയ്യാൻ കാരണം? ഇവരാണ് ഇസ്ലാമിൻ്റെ ഒറിജിനൽ എന്ന് വരുത്തി തീർക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം.
അതുകൊണ്ട് മതം നഷ്ടപ്പെട്ടു പോയി. അത് ലോകത്ത് ഇന്ന് ഒരാളും ചെയ്യാത്തൊരു കാര്യം അവർ ചെയ്തത് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ നിസ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ വ്യക്തിപരമായ നന്മയാണ്, ബോധം. പോലീസല്ല. ബീഡി വലിക്കുന്നുണ്ടോ നോക്കാൻ പോലീസ്, ബീഡി വിൽക്കുന്നുണ്ടോ നോക്കാൻ പോലീസ്. ബീഡി ഹറാമാണോ കറാത്താണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാരുടെ വീക്ഷണം അത് കറാത്താണ്, ചില പണ്ഡിതന്മാരുടെ വീക്ഷണ പ്രകാരം ഹറാമുമാണ്, ചില പണ്ഡിതന്മാരുടെ വീക്ഷണം, ഭൂരിപക്ഷം വരുന്ന വലിയ പണ്ഡിത സമൂഹത്തിൻ്റെ വീക്ഷണ പ്രകാരം അത് കറാത്താണ്. കറാത്താവുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ജവാസാണ്, അനുവദനീയാണ്. അള്ളാഹുവിന് നീ അത് ഉപേക്ഷിക്കുന്നതാണ് ഇഷ്ടം. അപ്പം എന്നാൽ ചെയ്യുന്നതിന് അള്ളാഹുവിന് അത്ര കടുത്ത വിരോധമൊന്നും ഇല്ല. പണ്ഡിതന്മാർ വിവിധങ്ങളായ പക്ഷത്തിലാവുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള പക്ഷത്തെയാണ് നമ്മൾ ഒരു നിയമമായി എടുക്കേണ്ടത്. ബീഡി വിൽക്കുന്നുണ്ടോ നോക്കാം പോലീസ്, ബീഡി വലിക്കുന്നുണ്ടോ നോക്കാം പോലീസ്. അത് ജനഹിതത്തിനെതിരാണ്. ജനത്തിന് മതം ഒരു മാറാപ്പായി. അതേസമയത്ത് 1932 ആ രാഷ്ട്രം രാഷ്ട്രം ഒരു വഹാബി രാഷ്ട്രമായി നിലവിൽ വന്നതിന് ശേഷം എന്താ സംഭവിച്ചത് എന്താ ഉണ്ടായത്? മതം ഒരു മാറാപ്പായി ജനങ്ങളുടെ മുന്നിൽ മാറി. പിന്നെ ഒരല്പം വാതിൽ തുറന്നു കിട്ടിയപ്പോൾ ജനങ്ങൾ കാണിക്കാത്തതിന് കയ്യും ഒന്നുമില്ല. ഇപ്പം നമ്മളെ നാട്ടിലെ ഹലാൽ വിസ്കി എന്ന പേരിൽ ഒരു വിസ്കി വിൽക്കൂല. ഇത് ഇന്ത്യയാണ്, എന്നാൽ വിൽക്കൂല. വിസ്കി വിൽക്കുന്ന ബാറുകളുണ്ട്, എല്ലാ നാടുകളും പണ്ടേ ഉണ്ട്. അതിൽ 1% 2% മാത്രം ആളുകളെ അതിൽ കയറുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. അന്നും അത്രയാണ്, ഇന്നും അത്രയാണ്. ഇന്ത്യ അങ്ങനെ തന്നെയല്ലേ? ബഹുഭൂരിപക്ഷം ആളുകളും അതിൽ കയറുന്നവരല്ല. ബഹുഭൂരിപക്ഷവും ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ ആളുകളുടെ പോപ്പുലാരിറ്റിയും കൂടിയിട്ടുണ്ട്. മനസ്സിലായില്ല? കള്ള് കുടിക്കുന്ന കടയിൽ നിങ്ങൾ അതിൻ്റെ ഷോപ്പിൽ പോയി ചെന്നാൽ അവിടെ ഇപ്പോൾ തിരക്കുണ്ടാകാം. എന്തുകൊണ്ട്? സൊസൈറ്റി അത്രയും ജനനിബിഡമായതുകൊണ്ടാണത്. എന്നാലും ബഹുഭൂരിപക്ഷവും കള്ള് കുടിക്കാത്തവർ തന്നെയാണ്. ഇത് അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ്. ഹലാൽ വിസ്കി എന്ന പേരിൽ ഒരു കാര്യം ഇന്ത്യയിൽ ഉണ്ടാവില്ല. പർദ്ദയിട്ട പെണ്ണുങ്ങൾ ചിയേഴ്സ് പറഞ്ഞ് അവരുടെ ചഷകം മറ്റൊരാളെ ചഷകത്തിൽ മുട്ടിച്ച് കുടിക്കൂല. ഒരു ഹിന്ദു സ്ത്രീ ഒരു മാന്യമായ വസ്ത്രം ധരിച്ച ഒരു നല്ല തറവാട്ടിൽ നിന്ന് വരുന്ന ഒരു ഹിന്ദു സ്ത്രീ പോലും അത് ചെയ്യൂല. അതേസമയത്ത് പരസ്യമായി ചെയ്യുന്ന പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു കിടക്കുകയാണ്. എന്ത് സൗദി അറേബ്യയിലെ പർദ്ദയിട്ട ബുർക്കയിട്ട പെണ്ണുങ്ങൾ ആ പർദ്ദയും പൊന്തിച്ചിട്ട് ഹലാൽ വിസ്കി എന്ന് പറയുന്ന ഈ വിസ്കി അടുത്ത തൻ്റെ കൂട്ടുകാരിയുടെ ചഷകത്തിനെ മുട്ടിച്ച് ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നത് വരികയാണ്. എന്തുകൊണ്ട്? ഇതങ്ങനെ വന്നത്? അവർ പരിധിക്കും അപ്പുറത്തേക്ക് കടന്നു. എന്തുകൊണ്ട്? അവരെ മുന്നിലുള്ള മതം ഹിതമായൊരു മതമായിരുന്നില്ല. അത് ഇസ്ലാമിൽ വരുത്തിയത് വഹാബിസം വരുത്തി കൂട്ടിയതാണ്. ഇസ്ലാം ഒരു ഹിതമുള്ള മതമാണത്. നിർബന്ധങ്ങൾ തന്നെയാണ്. പക്ഷെ നിർബന്ധങ്ങളുടെ അളവ് വളരെ കുറവാണ്. അവിടെ തന്നെ അവൻ അത് ചെയ്യേണ്ടത് അവൻ്റെ ഒരു ഉള്ളിൽ നിന്നാണ്. മദ്യപിക്കുന്ന ഇനങ്ങളുണ്ടാവും, എന്നും മദ്യപിക്കുന്നവരുണ്ട്, പണ്ടുമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ രാത്രി അവർ മദീനയെ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണല്ലോ ശത്രുക്കളിൽ നിന്നും മറ്റൊക്കെ സംരക്ഷിക്കാൻ റോന്ത് ചുറ്റും. കൊള്ളക്കാരൊക്കെ രാത്രി കയറും. ഇന്നത്തെ പോലത്തെ ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഭരണാധികാരി പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നാട്ടിലേക്ക് മദീനയിലേക്ക് കാഫില സംഘങ്ങൾ വരും. അപ്പോൾ അവർ നഗരത്തിൻ്റെ പ്രാന്തത്തിൽ ടെൻ്റ് അടിച്ച് കിടക്കും. അപ്പോൾ അവർക്കും അവരുടെ ഒട്ടകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സുരക്ഷിതമാകുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് ഭരണാധികാരി ഉത്തരവാദിത്തമാണ്. ആ നിലക്ക് രാത്രി റോന്ത് ചുറ്റി നടക്കും. ജനങ്ങളൊക്കെ സുരക്ഷിതരാകാൻ വേണ്ടി
രാത്രി ഖലീഫ റോന്ത് ചുറ്റും. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ? ഏതെങ്കിലും ഒരു കാഫില സംഘങ്ങൾ എവിടുന്നോ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നാൽ ഖലീഫ എന്ത് ചെയ്യും? ആ ഖലീഫ അവരോട് പറയും, നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാനിവിടെ പരിസരത്തുണ്ടാവും. എല്ലാം ഖലീഫ ശ്രദ്ധിക്കും. അത്രയും നീതിമാനായ ഭരണാധികാരിയാണ് സയ്യിദ്നാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റോന്ത് ചുറ്റുന്നതിനിടയിൽ ഒരു വീട്ടിൽ നിന്ന് വെളിച്ചം കണ്ടു. പ്രാന്തത്തെ ഒരു വീട്ടിൽ നിന്ന് വെളിച്ചം കണ്ടു. അപ്പോൾ ഇന്ന ആളുടെ വീടാണെന്നും മനസ്സിലായി. അവിടെ നിന്ന് നേരിയ ശബ്ദമുണ്ട്. അപ്പോൾ ഒരു തോന്നലുണ്ടായി, എന്ത് ഈ നേരത്തെ അങ്ങനെ ഒരു ശബ്ദം, വെളിച്ചം, ഇതൊന്നും ആവശ്യമില്ലാത്ത സമയമാണല്ലോ. ചിലപ്പോൾ അവർ കള്ള് കുടിക്കുന്നുണ്ടോ, കള്ളുണ്ടാക്കി കുടിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഖലീഫ എന്ത് ചെയ്തു? അതായത് ഗേറ്റ് വെയിലൊക്കെ അടച്ച വീടാണ്, അതിൻ്റെയൊക്കെ എടുത്ത് ചാടി, അപ്പുറത്തേക്ക് ചാടി ഖലീഫ. എന്നിട്ട് ഉള്ളിൽ പോയി വാതിൽ തട്ടി തുറന്നു നോക്കുമ്പോൾ ഖലീഫയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? കള്ളുടിക്കുക. അപ്പോൾ ഖലീഫക്ക് ദേഷ്യം വന്നു. നിങ്ങൾ ഈ നട്ടപ്പാതിരക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു ഹറാമാക്കിയ കാര്യം നിങ്ങൾ ചെയ്യല്ലേ, അപ്പോൾ ഞാൻ നിങ്ങളെ പേര് നടപടിയെടുക്കും എന്ന് പറഞ്ഞു ഖലീഫ. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, അള്ളാഹു ഇത് ഹറാമാക്കിയ കാര്യത്തിൻ്റെ മേൽ നടപടിയെടുക്കുകയാണെങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് നിങ്ങളെ പേരിലാണ്. അപ്പോൾ ഖലീഫ ചോദിച്ചു, എൻ്റെ മേൽ ഞങ്ങൾ ഒടിച്ചില്ലല്ലോ, എൻ്റെ മേൽ എന്ത് നടപടി എടുക്കാനാണ്? അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, വലാ തജസ്സസു, നിങ്ങൾ ജാസൂസിൻ്റെ പണിയെടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എവിടെ എന്താ നടക്കണം നോക്കാൻ വേണ്ടിയിട്ട് അടച്ച ഗേറ്റും എടുത്ത് ചാടിയിട്ട് ഉള്ളിൽ കയറി അത് ചാരപ്പണിയാണ്. എന്നിട്ട് മറിഞ്ഞെന്ന് നോക്കുക, അവിടെ വെള്ളം കുടിക്കണ്ടോ, എന്നിട്ട് കയറി വരിക. ഇത് വലാ തജസ്സസു, ഞങ്ങളെ വാതിലടച്ചാൽ ഞങ്ങളെന്താ ചെയ്യുന്നത്? ഞങ്ങളെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളെ റബ്ബ് സത്താറുമാണ്. പല തെറ്റുകളെയും പുറത്ത് വരാതെ അവൻ എന്തു ചെയ്യും? മറിച്ചു പിടിക്കും. ചിലപ്പോൾ ഞങ്ങളെ ശിക്ഷിക്കും, ചിലപ്പോൾ ശിക്ഷിക്കൂല. അതേ സമയത്ത് ഞങ്ങൾ കള്ളു കുടിച്ച് റോട്ടിലേക്ക് ഇറങ്ങാത്ത കാലത്തോളം നിങ്ങൾ ഈ അടച്ച ഗേറ്റും ചാടി ഉള്ളിൽ വന്ന കാലത്തോളം നിങ്ങൾ ഈ ചെയ്തത് 100% എന്താണ്? തെറ്റാണ്. നിങ്ങൾ ജാസൂസാണ്. വലാ തജസ്സസു, നിങ്ങൾ ജാസൂസിന്റെ പണിയെടുക്കരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചതാണ് എന്ന് വീട്ടുകാരൻ പറഞ്ഞു. ആരോട്? നിങ്ങൾക്കിതിനെ നടപടി എടുക്കണം. നടപടി ഞങ്ങളെ പേരിലല്ല, അത് നിങ്ങൾ എടുക്കണം. ഖലീഫ മാപ്പ് പറഞ്ഞു, ശരിയാണ്, ഞാൻ ഔറ്റക്കാരൻ. തിരിഞ്ഞിട്ടില്ല. ഇതിന് 2 ആശയങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു. എന്ത്? ഖലീഫ ഉമറിന്റെ കാലത്തും എന്ത് നടക്കുന്നുണ്ട്? കള്ളൂടി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. മക്ക ഫതഹായതിനു ശേഷം ചിന്തിക്ക്, അത് ഏത് കാലത്ത് നടക്കും? അതിനൊക്കെ ചില മാറൊക്കെ ഞാൻ കള്ളുടിക്കാൻ വേണ്ടി പറയല്ല, കള്ളുടി സുന്നത്തുമല്ല, കള്ളുകുടി എന്തെന്നെയാണ്? ഹറാമാണ്. കള്ളു കുടിച്ച് ഖലീഫയുടെ മുന്നിൽ ഒരുത്തൻ വെളിവായി കണ്ട് പുറത്തേക്ക് കിട്ടിയാൽ അവനെ ശിക്ഷിക്കൽ നിയമമാണ്. അതേസമയത്ത് നാട്ടിൽ ആരാ കള്ളുടിക്കണം നോക്കി നടക്കേണ്ട ബാധ്യത ആർക്കില്ല, ഖലീഫക്കില്ല. മക്ക ഫതഹ് കഴിഞ്ഞു, മക്ക ഇസ്ലാമിൻ്റെതായി, ഭരണാധികാരി പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ റസൂലുള്ളാഹിനെ വെളുപ്പം കാലത്ത് കുത്താൻ വന്നൊരു സംഭവം, തവാഫിൻ്റെ ഇടയിൽ കുത്താൻ വന്നൊരു സംഭവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്വഹാബി, മനസ്സിലായില്ലേ? ആ സ്വഹാബി, ആ വ്യക്തി പിന്നെ മുസ്ലിമായി, സ്വഹാബിയായി. പിന്നെ നബിയുടെ അടുത്തുനിന്ന് വീട്ടിലേക്ക് ഓടുമ്പോൾ ഒരു വേശ്യപ്പെടിനെ കണ്ട സംഭവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മക്ക ഫതഹ് കഴിഞ്ഞു. മക്ക ഫതഹ് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പോലീസിനെ ഉണ്ടാക്കിയോ, ഇനി വേശ്യപ്പണി ആരാ എടുക്കുന്നത്, റോന്തി ചുറ്റി കണ്ടുപിടിക്കും. മക്ക ഫതഹ് കഴിഞ്ഞിട്ടും അവിടെ എന്ത് നടക്കുന്നുണ്ട്? വേശ്യവൃത്തിണ്ട്.
മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? അതിനർത്ഥം വേശ്യാലയം ഉണ്ടെന്നോ ഒന്നുമല്ല. സ്വകാര്യമായ ചില തിന്മകൾ ഏത് കാലത്ത് ലോകത്തുണ്ടാവും. മക്കായിൽ വേശ്യാലയം പ്രവർത്തിച്ചു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വകാര്യമായ തിന്മകൾ ഏത് കാലത്തുണ്ടാവും. അള്ളാഹു ആരുമാണ്? സത്താറാണ്. ചീത്തകളെ മറച്ചു പിടിക്കുന്നവനാണ്. അതവൻ്റെ ജമാലാണ്. ഇന്ന് ചീത്ത ചെയ്തവന് ചിലപ്പോൾ ശിക്ഷിക്കാം, അതവൻ്റെ അവകാശമാണ്. ചിലപ്പോൾ പുറത്തു കൊടുക്കാം, അതവൻ്റെ ജമാലാണ്. നമ്മൾ വളരെ ചിന്തിക്കണം. ഈ ഹിതത്തിനെതിരെ ഒരു സൊസൈറ്റി മുന്നോട്ട് വന്നാൽ ആ സൊസൈറ്റി പെട്ടെന്ന് തകരും. വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു ആഴമുള്ള സത്യമാണ് ഞങ്ങളോട് പറഞ്ഞു. ലോകത്തെ എവിടെ എന്തു നടക്കും. നബിയുടെ കാലത്ത് നിസ്കരിക്കണമല്ലോ, നിസ്കരിക്കാത്തവരും ഉണ്ടാവും, മദീനത്തുണ്ടാവും. ജമാഅത്തിന് വരാത്തവരുടെ മേൽ പിന്നെ നിയമം നടപ്പിലാക്കാൻ ഹബീബാ റസൂലുള്ളാഹിക്ക് അവകാശമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും അവിടെ ന്യായങ്ങൾ നബി പറയുന്നുണ്ട്. എന്ത് അവരെ വീട്ടിൽ കുട്ടികളും പെണ്ണുങ്ങളും ഇല്ലെങ്കിൽ അവരെ വീട് വരെ ചുടേണ്ടതായിരുന്നു. എന്നിട്ട് ചുടുന്നില്ല. ഒരു ഗൗരവമാണ് ആ പറഞ്ഞത്. എൻ്റെ പെണ്ണുങ്ങളെ കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് പിടിവിട്ടൂടെ? അതൊരു ഗൗരവം പറയാണ്, വീട് ചൂടാൻ വേണ്ടി പറയല്ല. ജമാഅത്തിന് വരാതിരിക്കുക എന്നുള്ള അത്ര ഗൗരവമുള്ള വിഷയമാണ്. അറിയിക്കലുമാണ് അവിടെ ഉദ്ദേശം. വീട് ചൂടലല്ല. ചൂടുക എന്നുള്ള ഒരു മിനിറ്റ് കൊണ്ട് നടക്കും. വീട് ഉണ്ടാക്കൽ ഒരു കൊല്ലം കൊണ്ട് നടക്കൂല. ഭരണാധികാരിക്ക് അതൊക്കെ പറയാം, ഉസ്താദിന് പറയാം, മാഷിക്ക് പറയാം. അടിച്ചിട്ട് ചാന്തിനെ തോലിയാൻ പൊളിക്കും. ഏത് മാഷ അടിച്ച് ചന്തിന് തോല് പൊളിച്ച്? കയ്യിൻ്റെ പാലം ഞാൻ പൊട്ടിക്കും. അടിച്ചിട്ട് എൻ്റെ കയ്യിൻ്റെ പാലം ഞാൻ പൊട്ടിക്കും. ഏത് മാഷക്കാലം വരെ പാലം പൊടിച്ച്? അതൊക്കെ ഭയപ്പെടുത്തല. എന്തിന്? കാര്യം ജാഗരൂകനാകാനും ശ്രദ്ധിക്കാനും പഠിക്കാനും അത്രയും അർത്ഥമുള്ളൂ. നിസ്കരിപ്പിക്കാൻ പോലീസ്, വീഡിയോ വലിക്കുന്നുണ്ടോ നോക്കാൻ പോലീസ്, പെണ്ണിൻ്റെ കണ്ണ് പുറത്തിയാടുന്നുണ്ടോ നോക്കാൻ പോലീസ്. ലേശം ആ പോലീസിന് ഒരൽപ്പം അങ്ങോട്ട് മാറ്റി നിർത്തിയപ്പോൾ ഒരു ബ്രായും ഒരു നിക്കർ ചെടി മാത്രം ഇട്ടിട്ട് യുവതികളായ പെണ്ണുങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള പതാകയും പുതച്ച് നടു റോട്ടിലും സ്റ്റേഡിയത്തിലും നൃത്തമാടി. നൃത്തം ചവിട്ടുന്നത് അവരുടെ തന്നെ സൈറ്റിലുണ്ട്. എന്താ സംഭവിച്ചത്? ജനഹിതത്തിനപ്പുറം ഒരു എട്ടങ്ങേറുണ്ടാക്കിയൊരു മാറ്റം. മതത്തെ മനുഷ്യൻ അനുസരിക്കേണ്ടത് അവൻ്റെ ഉള്ളിൽ നിന്നാണ്. വ്യക്തിപരമായ ബോധവൽക്കരണമാണ് അടിസ്ഥാനം, പോലീസല്ല. പോലീസ് ഒരു സാമൂഹിക ഭയപ്പെടുത്തല, ഒരു സാമൂഹികമായ ഭയപ്പെടുത്തലിൻ്റെ ഭാഗമാണ് പോലീസ്. ഇത് പറഞ്ഞു കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനം ഞാൻ തിരിച്ചു വരികയാണ്. മനസ്സിലാണ്ടോ? മനുഷ്യന് ഒരുപാട് കെട്ടുപാടുകളുണ്ടാവും. ആ കെട്ടുപാടുകളിൽ നിന്നുകൊണ്ട് തന്നെ കെട്ടുപാടില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക. അതാ മനുഷ്യൻ്റെ ബാധ്യത. ഇപ്പോൾ ഇസ്ലാമിനെ ഇത് പറഞ്ഞുകൊണ്ടെന്നുള്ള ഒറ്റ വാക്കും കൂടി പറഞ്ഞ അവസാനത്തിലേക്ക് കയറാം. ഇസ്ലാമിനെ ലോകത്തിന് വെറുക്കുന്ന ഒരു കാലമാണ് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട്. എന്താ കാരണം? ഇസ്ലാം എന്ന പേരിൽ ചില ആളുകളുടെ താല്പര്യങ്ങളാണ് നടത്തിയത്. ഇസ്ലാമിന് പോലും ഇല്ലാത്ത താല്പര്യങ്ങൾ, നബിയുടെ കാലത്തില്ലാത്ത താല്പര്യങ്ങൾ. ഇപ്പൊ കള്ളിനെ പോലീസിനെ നബി ഏർപ്പെടുത്തിയിട്ടില്ല. അതേസമയത്ത് സമൂഹം ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അലാ ഹുരിമത്തിൽ ഖംറു, കള്ള് ഹറാമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞോടുകൂടെ കള്ളിൻ്റെ വീപ്പകൾ ആ ജനം പൊട്ടിച്ചു. നബി പോലീസ് സംഘത്തിനെ പറഞ്ഞയച്ചിട്ടില്ല. ഒരു സൊസൈറ്റി ബോധേഡാവുക. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല, മനസ്സിലാവില്ല. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ എന്താണ് ഉണ്ടായത്? ജനം ബോധവാന്മാരാവുക. അപ്പോൾ കള്ളുണ്ടാക്കി വെച്ച വീപ്പകൾ അവരവരുടെ കള്ളിൻ്റെ വീപ്പകൾ അവർ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. മദീന പട്ടണത്തിലേക്ക് കള്ളിൻ്റെ വീപ്പകളെ ഒഴുക്കി. ഇതിനു വേണ്ടി ആര് വന്നിട്ടില്ല? ഒരു പോലീസ് വന്നിട്ടില്ല. 4 മഹാന്മാരായ സ്വഹാബികളെ, ഒരു 10 മഹാന്മാരായ അശറത്തുൽ മുബശ്ശറയുടെയോ കയ്യിൽ വടിയും കൊടുത്തിട്ട് ആരാണ് ഈ കള്ള്, എവിടെയാ, ഏത് പേരിലാണ് കള്ള് ബാക്കിയുള്ളത്, അടിക്കിയവരെ, ചവിട്ടിയവിടെ, ചവിട്ടിപ്പൊളിക്കി എന്ന് പറയാൻ ആളെ പറഞ്ഞിട്ടില്ല.
ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ആയത്തിറങ്ങിയപ്പോൾ ജനങ്ങൾ ബോധവാന്മാരാണ്. അപ്പം മതം വർക്ക് ചെയ്യേണ്ടത് എവിടെയല്ല, സമൂഹത്തിലെ പോലീസിനെ കൊണ്ടല്ല, മതം വർക്ക് ചെയ്ത് ഉള്ളിലാണ്. അപ്പം മതത്തിൻ്റെ പൊതുവായ രീതികൾക്കെതിരാണ് അറബ് രാഷ്ട്രങ്ങൾ പ്രവർത്തിച്ചത്, പ്രത്യേകിച്ച് സൗദി അറേബ്യ. അതുകൊണ്ട് അവിടെ മതം നഷ്ടപ്പെടുക എളുപ്പമാണ്. ആ സമൂഹം നിരീശ്വരവാദത്തിലേക്ക് ഓടുക എളുപ്പമാണ്. ഇപ്പം ഇന്ത്യയുടെ മതം ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷത്തെയും വർഗീയതയിലേക്ക് ക്ഷണിക്കുന്ന ചില പ്രവണതകളാണ് അടുത്ത ചില പതിറ്റാണ്ടുകൾക്കിടയിൽ ഇന്ത്യയിൽ നടന്നത്. ഈ ജനതക്ക് പെട്ടെന്ന് മടുക്കും. വർഗീയതക്ക് ഒരു അടി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സ്ഥാനത്ത് എന്ത് മതമല്ല കയറി വരാം. അവർ മതത്തെ വർഗീയതയെന്ന് മനസ്സിലാക്കും. മതത്തെ ഹിതത്തിൽ നിന്നല്ല മനസ്സിലാക്കിയത്, പകരം എന്തിൽ നിന്നാണ്? വർഗീയത. ഇപ്പം ഇസ്ലാമിനെ മനസ്സിലാക്കിയത് വഹാബിസത്തിൽ നിന്നാണ്. ഹൈന്ദവതയെ മനസ്സിലാക്കിയത് വർഗീയതയിൽ നിന്നുമാണ്. ക്രൈസ്തവതയെ മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ്, വർഗീയതയിൽ നിന്നാണ്. ഇനി ഈ ജനം, ഈ പുതിയ യൂത്ത് ആ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ അവർ എന്തിലുണ്ടാവില്ല? വർഗീയതയിലല്ലാതിരിക്കുക. അവരെന്തിലുണ്ടാവില്ല? മതത്തിലുണ്ടാവില്ല. ലോകത്തെ ഏറ്റവും ഏത്തിസത്തിന് ഭാവിയുള്ള രാജ്യം ഇന്ത്യയായിരിക്കും. ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുടെ രാജ്യം ഇന്ത്യയായിരിക്കും. എന്തുകൊണ്ട്? വർഗീയത കളിച്ചു. അതേ അവസ്ഥ അറബ് രാജ്യങ്ങൾ വരുന്നുണ്ട്.